ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചേന, അത് എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി വെക്കുന്നതാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണിത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്. ഏത് അസുഖമുള്ളവർക്കും ചേന ഉത്തമമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചേനയാണ്. അത് നന്നായിട്ട് ചെത്തി ഇതുപോലെ കനം കുറച്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ അളവിന് കടുകിട്ട്, കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും 2 വറ്റൽമുളക് മുറിച്ചതും 1 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം മീഡിയം ലെവൽ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, തീ കൂട്ടി വയ്ക്കരുത്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചേന എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചേനയായിരിക്കണം. ചൊറിയുന്ന ചേനയൊന്നും ആയിരിക്കരുത്, നല്ല ചേന എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിന് ഗരം മസാലയും 1 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വഴന്ന് വരണം. ഈ സമയം നമുക്ക് ആവശ്യമൊന്നുണ്ടെങ്കിൽ അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി ചേർന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് ഇളക്കി ചേർക്കുക. അതിനുശേഷം നമ്മളിതൊരു മൂടി വെച്ച് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ വേവിക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മൂടിയെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇത് ഇടയ്ക്കുന്ന് മൂടിയെടുത്ത് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മസാലയൊക്കെ മിക്സ് ആകാനും അത് പ്രയോജനകരമായിരിക്കും. വീണ്ടും അത് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് 2-3 മിനിറ്റും കൂടെ അത് വേവിച്ചെടുക്കുക. ഈ സമയമൊക്കെ നമ്മൾ തീ കൂട്ടി വയ്ക്കരുത്, മീഡിയം ലെവലിൽ വയ്ക്കുക. വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടെ അത് വേവിക്കുക. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ പറ്റി അത് നല്ല വൃത്തിയായിരിക്കും, നല്ലപോലെ വരണ്ട് വരും. അത് വരണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം പറ്റി കഴിയുമ്പം ഒന്നുകൂടെ മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ, വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മൂടി വെച്ച് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അതിൽ അല്പം എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുന്നത് ആ ഒരു രീതി അറിയാമല്ലോ, അതേ രീതിയിലേക്ക് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.